എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂര് കഫേ മൈസൂർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ചോദിക്കുന്നത് എന്താ റെസ്റ്റോറൻറ്റ് കാണിക്കുന്ന വീഡിയോ ആണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ റെസ്റ്റോറൻറ്റും അതിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നി. അത് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ആ ആളുകളെ കാണാൻ പോവാം. അതിനോടൊപ്പം നമ്മുടെ ഫാർമസിയെ കുറിച്ചും കൂടെ ഒന്ന്. കണ്ണൂർ ഫാർമസി. കണ്ണൂർ ഫാർമസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ദുബായിൽ ആസ്റ്റർ, പിന്നെ ലൈഫ് ഫാർമസി, ഇവിടെ ഞങ്ങൾക്ക് പേരിട്ട കുറേ ഫാർമസികളുണ്ട്. ഇവിടുത്തെ ഫാർമസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെളിയിൽ ഈ മഴക്കാലത്ത് കുട പിടിച്ചിട്ടും മറ്റു സമയങ്ങളിൽ ഉന്തി തള്ളി എന്താ പറയുക ആകെ വേർത്ത് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്യുക. എൻ്റെ അദ്ദേഹം മരുന്ന് തന്നിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കുക. ഇത് എന്തായാലും ഒരു ഇൻഹ്യൂമൻ ആണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നി. അതോടൊപ്പം തന്നെ നമ്മുടെ ദുബായിൽ കാണുന്ന ഒരു രീതിയുണ്ട്. അതായത് നിങ്ങൾ ഫുള്ളി എയർ കണ്ടീഷൻഡ്, നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് വന്ന് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഏൽപ്പിച്ചു മറ്റു സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ണൂർ ഫാർമസി എന്നുള്ള പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളത് ഡിസൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ ടോട്ടൽ സ്പേസിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ടോട്ടൽ സ്പേസിൽ 30% പിന്നെ മരുന്നിന് മെഡിസിനുള്ള കൗണ്ടർ, 70% ഇതര പിന്നെ എന്താ പിന്നെ നോൺ മെഡിക്കൽ ഐറ്റംസ്, അതായത് ഹെൽത്ത് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതെന്ത്, അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് എയർ കണ്ടീഷൻ റൂമിൽ കയറി ഇരുന്ന് നിങ്ങൾ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഏൽപ്പിച്ച് ഒന്നുകിൽ നിങ്ങൾക്കൊരു കൊട്ടയെടുത്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മുഴുവൻ നോക്കാം. എന്ത് തന്നെ നിങ്ങൾ 2 മിനിറ്റിനകം നിങ്ങൾ സാധനം എടുത്തിരിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ കാണുന്ന സാധനം വേറെ എവിടെയും കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ മുൻകാലങ്ങളിൽ നമ്മുടെ കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ കണ്ട പല മുറിവെണ്ണ ഇങ്ങനെയുള്ള പല ചെറിയ ഐറ്റംസ് അതവിടെയുണ്ട്. അപ്പോൾ അതെടുത്ത് നിങ്ങളുടെ മരുന്ന് റെഡിയാകുമ്പോൾ മരുന്ന് വാങ്ങിച്ച് ബില്ല് അടിച്ച് അത് ഫുൾ എയർ കണ്ടീഷനിലാണ്. അപ്പോൾ ഏത് കാലാവസ്ഥക്കും നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട്. ഇവിടെ പ്രത്യേകത വെച്ചാൽ കണ്ണൂരിലെ പ്രത്യേകത വെച്ചാൽ അതിനടുത്ത് ഒരു 6-7 ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡേഴ്സാണ് മരുന്ന് വാങ്ങിക്കേണ്ടത്. ഈ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് പറയുന്നത് ഒന്നിക്കൽ അച്ഛൻ, അല്ലെങ്കിൽ പിന്നെ ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ, ഇവരാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവർ ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഓടി ഫാർമസിക്ക് വരിക. അപ്പോൾ നമ്മുടെ ഫാർമസിക്ക് വരുമ്പം ആ ഫസ്റ്റ് എൻട്രൻസ് തന്നെ അവൻ്റെ പ്രഷർ മുഴുവൻ കുറഞ്ഞു, കാരണം തണുത്തു. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫിന് പ്രത്യേക ട്രെയിനിങ് എന്ന് വെച്ചാൽ ഈ വരുന്നതാണ് നമ്മുടെ ഭാവി. ഈ വരുന്ന ആള് ഹാഫ് മൈൻഡ് ഡെഡാണ്. കാരണം പ്രഷറിൽ 2 പ്രഷർ, ഒന്ന് സ്വന്തപ്പെട്ടവർ പിന്നെ ആശുപത്രിയിൽ, 2 ഈ മരുന്ന് എത്ര പൈസയാവും, ഈ 2 കാര്യത്തിലും അവർക്ക് പ്രയാസമാണ്. അപ്പോൾ അവരെ നമ്മളങ്ങ് ഉൾക്കൊള്ളുക, അവരുടെ വീടെത്തുക, എന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്വയം കൊടുക്കാറില്ല. ആ മരുന്നില്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പറയും, സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവരൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ സീനിയർ പിന്നെ ഫാർമസിസ്റ്റ് ഡോക്ടറെ വിളിച്ച് സംസാരിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കത്തുള്ളൂ. നമ്മളെ ദുബായിലൊക്കെ കെമിക്കൽ എഴുതാം പ്രിസ്ക്രിപ്ഷനിൽ, ഇവിടെ പ്രോഡക്റ്റ് നെയിം എഴുതും, അപ്പൊ ബ്രാൻഡ് നെയിം എഴുതും. അപ്പൊ നമ്മളായിട്ട് ബ്രാൻഡ് മാറ്റാറില്ല. ഞങ്ങള് ബ്രാൻഡ് അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സീനിയർ ഫാർമസിസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ ഇന്ന പ്രോഡക്റ്റ് ഉണ്ട്, ഇതിന് ഈക്വൽ ഇന്ന പ്രോഡക്റ്റ് സെയിം വാല്യൂ ഉള്ള പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ യെസ് എന്ന് പറഞ്ഞാൽ കൊടുക്കും. ആദ്യകാലങ്ങളിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ ബ്രാൻഡ് നെയിമും കെമിക്കൽ നെയിമും കൊടുക്കാതെ ബ്രാൻഡ് നെയിം എഴുതുന്നുണ്ട് അധിക സ്ഥലത്തും സാധനം കിട്ടത്തില്ല. എന്നാൽ കണ്ണൂരിൽ ഒരു പ്രഗത്ഭ ഫാർമസി എപ്പോൾ പോയാലും എല്ലാം കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ചു അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ പിന്നെ ആ ബില്ല് അടച്ച ശേഷം ആ മരുന്ന് കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാനോ അല്ല അവർ വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുക വെച്ചാൽ, അവിടെ ഇല്ലാതെ പ്രിസ്ക്രിപ്ഷൻ അവിടെ ഇല്ലാത്തത് അവർ അല്ല ആ മരുന്നില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. രോഗിയായിട്ടോ ബൈസ്റ്റാൻഡറായിട്ടോ കൺസൾട്ട് ചെയ്യില്ല. അത് കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ രണ്ടാമത് അവിടെ ഇല്ലെങ്കിൽ ബാക്ക് ഡോറിൽ ബൈക്ക് എടുത്തിട്ട് അടുത്ത കടയിൽ പോയിട്ട് വാങ്ങിച്ചോട്ടെ. അത് നിങ്ങൾ കാണുന്നില്ല. ഇതെന്ത് പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കസ്റ്റമർ ഒരു ബോട്ടിൽ മരുന്ന് ഗുളികയാണ്, ഒരു ബോട്ടിൽ കിട്ടുള്ളൂ. അത് വന്ന് ചോദിച്ചു, അങ്ങോട്ട് ചോദിച്ചു അതുണ്ടോ, അതില്ല. അല്ല, ആദ്യം പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നു. മംഗലാപുരത്ത് ഒരു മരുന്നാണ്.
അപ്പോൾ പറഞ്ഞു ഇതില്ല, മംഗലാപുരത്ത് എഴുതിയല്ലേ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു മറ്റേ ഫാർമസി കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റേ ഫാർമസി വാങ്ങിച്ചു എന്താ വാങ്ങിച്ചു ഇതല്ലേ ഇതെന്നിട്ട് അദ്ദേഹം ആ ബോട്ടിൽ നമ്മളെ കാണിച്ചു. ആ ബോട്ടിൽ നോക്കിയാൽ പറഞ്ഞു ഇതുണ്ട്, നിങ്ങളില്ല പറഞ്ഞു മറ്റതില്ല. അപ്പോൾ പറഞ്ഞു അതല്ലേ ഇത് അല്ല, ഇതിൻ്റെ കെമിക്കൽ സെയിം ആണ്, പേര് അല്ല. നിങ്ങൾ അവിടെ കൊടുത്തപ്പോൾ അവരോട് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അവർ തന്ന മരുന്ന് തെറ്റല്ല, പക്ഷേ നിങ്ങൾക്ക് അറിയില്ല ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ളത്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഞങ്ങളുടെ ഉണ്ട്, അങ്ങനെയാണ് മരുന്ന് വാങ്ങിച്ചു പോയി. അപ്പോൾ അവിടെ സംഭവിച്ചെന്നാൽ നമ്മുടെ മരുന്നുണ്ട്, പക്ഷെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഡിസ്കസ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് കണ്ണൂർ ഫാർമസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഇന്ന് കണ്ണൂരിൽ കിട്ടാവുന്ന എല്ലാ സബ്സിഡിയും നമ്മൾ സിസ്റ്റത്തിലിട്ടിരിക്കുകയാണ്. ഇവിടെ പല മരുന്നിനും പല തരത്തിലുള്ള റിബേറ്റ് ഉണ്ട്. ഇപ്പം 10-12 നമ്മൾ 10 കോമൺ കൊടുക്കുന്നു, നമ്മുടെ വെഹിക്കിൾ മെമ്പറിന് 12 കൊടുക്കുന്നു. ചില മരുന്നുകൾ 60% വരെ ഗവൺമെന്റ് ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ അത് നമ്മൾ അതേപോലെ ഡിറ്റോ നമ്മൾ സിസ്റ്റത്തിലിട്ടിരിക്കുക. ആ 60% മരുന്നുള്ള ചില കടയിൽ പോയി 30 കിട്ടത്തുള്ളൂ. ഇതില് ഈ വെഹിക്കിൾ എക്കണോമിക് ഫോറത്തിന്റെ കണ്ണൂർ ഫാർമസിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് മുമ്പിൽ വന്ന ഒരു 10-30 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരതാണ് സ്ഥാപനം, ഞങ്ങളതല്ല. അപ്പോൾ അവര് ആരും എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രോഫിറ്റ് വേണ്ട. അവർക്ക് കൃത്യതയും കണ്ണൂരിന് വേണ്ടുന്ന അല്ലെങ്കിൽ പ്രവാസിയായി ജീവിക്കുന്ന കണ്ണൂരിന് സാധാരണക്കാർക്ക് നല്ല മെഡിസിൻ കൊടുക്കുക എന്നുള്ളത്. ഞാൻ നല്ല മെഡിസിൻ എന്ന് പറഞ്ഞാൽ സ്നേഹം മനസ്സിലായിട്ടും എങ്ങനത്തെ മെഡിസിൻ വരുന്നുണ്ട്. അപ്പം നല്ല മെഡിസിൻ കൊടുക്കുകയും എന്നാൽ ഞങ്ങൾക്ക് ദുബായിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റി മറ്റു മെഡിസിനുകൾക്ക് മെഡിസിന് പുറമെ അയാൾ വന്നു കഴിഞ്ഞാൽ നോൺ മെഡിസിൻ ഐറ്റംസുകൾ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പം ഞങ്ങൾ ഈ സംസാരിക്കൊക്കെ സ്നേഹം കണ്ടാൽ പൂർണ്ണമായി സ്നേഹക്ക് മനസ്സിലാവും. ഞങ്ങൾ എന്താണോ ദുബായ് എന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ കഫേ മൈസൂരിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളെന്ന് സ്നേഹക്ക് മനസ്സിലാവും. അപ്പം ഈ കണ്ണൂർ ഫാർമസിയുടെ വിജയം ഞങ്ങൾ വീണ്ടും പ്രയാണം തുടരുന്നു. കണ്ണൂർ ഫാർമസി 2ലേക്ക് വന്നു. ഈ ശ്രീജാന്തിന്റെ നേരെ മുമ്പിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം കണ്ണൂർ ഫാർമസി 2. ഇനിയിപ്പോൾ കണ്ണൂർ ഫാർമസി 3, 4, 5 കണ്ണൂർ ജില്ലയുടെ മുക്കിലും മൂലയിലും കണ്ണൂർ ഫാർമസി വികസിക്കും. അതിൻ്റെ പദ്ധതികൾ കഴിഞ്ഞ എക്കണോമിക് ഫോറം മീറ്റിങ്ങിൽ ഞാനും സതീഷ് ഭായിനെ കുറിച്ചിട്ട് പറയാൻ നേരത്തെ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഇരുത്തി പറയുന്നത് ശരിയല്ല. എല്ലാ പ്രോജക്റ്റിലും ബാക്ക് ബോൺ ആയിട്ട് വെയ്ക്ക് എക്കണോമിക് ഫോറത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സതീഷ് ഭായി. അതായത് വളരെ അഭിമാനത്തോടു പറയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഞങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കും. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് മുന്നോട്ട് പോകും. അതായത് സ്ഥാപനത്തിന്റെ പൈസ ഒന്നും എടുക്കൂല. ഇന്ന് വരെ ഒരു രൂപ പോലും നമ്മൾ ഇപ്പം തിരുവനന്തപുരം പോയി എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ യാത്രകൾക്ക് നമ്മൾ അവിടെ ഇവിടെ ഒന്നിനും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പൈസയിൽ നിന്നോ മറ്റുള്ളതൊന്നും ഉപയോഗിക്കാതെ, ഞാനിത് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ സ്നേഹക്ക് അഭിമാനത്തോട് പറയാ, കണ്ണൂക്കാർ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കോഴിക്കോടുകാർക്ക് പറ്റിക്കൂടാ? എന്തുകൊണ്ട് എറണാകുളക്കാർക്ക് പറ്റിക്കൂടാ? അങ്ങനെ ആവുമ്പം ഞങ്ങളെപ്പോലെ എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ 20ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് സ്നേഹക്ക് ഓർമ്മയില്ലേ നമ്മളുടെ ഡോക്ടർ വിദ്യാ വിനോദ് പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ വെയ്ക്ക് എക്കണോമിക് ഫോറം ചെയ്യുന്ന ഈ പ്രവൃത്തി വേൾഡ് വൈഡ് ഫോറത്തിൽ അവതരിപ്പിക്കേണ്ട അത്രക്കും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വെറും കണ്ണൂരിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. കോഴിക്കോടും എറണാകുളവും തിരുവനന്തപുരവും എല്ലാവരും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ഒരു വലിയ മാനം കാണാൻ പറ്റും. അതിൽ ഒരുപാട് പേർക്ക് ജോലി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യവസായ മന്ത്രിയും എല്ലാവരും ഇവിടുത്തെ MLAയും ഞങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും, ഞാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പേര് പറയുന്നില്ല, അവരൊക്കെ ഞങ്ങൾക്ക് തരുന്ന പിന്തുണ പ്രവാസികൾ എന്ന നിലയിൽ ഞങ്ങളെ മനസ്സിലാക്കി നമ്മൾ വെറും അവരവരെ കാര്യം നോക്കാതെ സ്നേഹം അന്ന് അവിടെ ദുബൈയിൽ നിന്ന് സംസാരിച്ചതുപോലെ ആ രീതിയിൽ തന്നെ തുടർന്നും വളരെ നല്ല അഭിമാനത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഈ കഫേ മൈസൂറിന് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട ജയമ്പായിയും അതുപോലെ തന്നെ
അദ്ദേഹത്തിൻ്റെ മകൻ അനിരുദ്ധും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും എല്ലാ നിലയിലുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹൃദയവും ഒരു കുടുംബം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കണ്ണൂർ കാഴ്ചവെക്കുന്നതെന്നുള്ള സന്തോഷ വാർത്ത പറയുന്നു. കണ്ണൂർ ഫാർമസിയുടെ സർവീസുകളിൽ ഒന്ന് പ്രായാധിക്യം കൊണ്ട് വീട്ടിലുള്ള അച്ഛനും അമ്മക്കോ മരുന്ന് ആവശ്യം വന്നാൽ വെളിയിലുള്ള മക്കൾ ആ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് അയച്ചു തരികയും അത് ടെലിഫോൺ നമ്പർ തന്നെ നിങ്ങൾ ആ മരുന്ന് കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കും. അത് വലിയൊരു കാര്യമാണ്. ഡെലിവറി ചെയ്യാൻ പറ്റും. ഡെലിവറി അത് ആള് വരാതെ, കാരണം പ്രായമുള്ള അച്ഛനും അമ്മക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കൃത്യമായിട്ട് അവർക്ക് മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ മക്കൾക്ക് പകരം കണ്ണൂർ ഫാർമസിയുടെ റെപ്രസെന്റേറ്റീവ് മക്കളായി പോയിട്ട് ഒന്ന്. രണ്ടാമത് ഈ വെളിയിൽ മരുന്നുകൾക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ നാട്ടിലുള്ള പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ അവരെ പ്രിസ്ക്രിപ്ഷൻ അയച്ചാൽ ആ മരുന്ന് ഞങ്ങൾ അവരെ വാസസ്ഥലത്തേക്ക് കുറിയർ അയച്ചു കൊടുക്കും. അതിനൊരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണൂർ ഫാർമസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തിരുവനന്തപുരമുള്ള ഒരാൾ പറഞ്ഞു, നൂറുക്ക നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അവിടെ ഇൻഷുറൻസ് ഇല്ല സ്നേഹം. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടുന്ന് മെഡിസിൻ കണ്ണൂർ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് UAE എത്തിച്ചു കൊടുക്കും. ആൾ ₹1 പോലും പേ ചെയ്യണ്ട. ആ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു വലിയൊരു സപ്പോർട്ട് കണ്ണൂർ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ഗ്രൂപ്പിൽ ആർക്കും ഗ്രൂപ്പിൽ ആഡ് ആവാം. ഏത് ആൾക്കും, ഇപ്പോൾ തിരുവനന്തപുരമുള്ള ഒരാളായാലും ശരി, ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും ആ ഗ്രൂപ്പിൽ കണ്ണൂർ ഫാർമസിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഞങ്ങൾ വെൽക്കം ചെയ്യും. അത് പക്ഷേ ഒരു കാര്യമാണ്, കണ്ണൂർ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിക്കണം. എന്താണെന്നറിയോ സ്നേഹം, കണ്ണൂർ ഫാർമസിയിൽ നിന്ന് എല്ലാത്തൊരു മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തന്റിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ടുപോകും. കാരണം ഞങ്ങളുടെ ഈ വരുന്ന വായിച്ചക്ക് വരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വിനോദ് ഭായിയോ സതീഷ് ഭായിയോ രാകേഷ് ഭായി ഇങ്ങനെയുള്ള അംഗങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ₹1 പോലും വാങ്ങിക്കുന്നില്ല. അപ്പം കണ്ണൂർ ഫാർമസി, ഇപ്പം ഞാൻ നാളെ പോകുമ്പോൾ കണ്ണൂർ ഫാർമസിയിൽ വല്ല മെഡിസിൻ ഉണ്ടെങ്കിൽ ഞാനും കൊണ്ടുപോകും. കണ്ണൂർ ഫാർമസിയിൽ ഞാൻ കൊണ്ടുപോകും. ബാക്കിയുള്ള മെഡിസിൻ ഞങ്ങൾ എടുക്കില്ല. കാരണം നമുക്ക് പേടിയുണ്ട്. കാരണം നമ്മൾ ഞങ്ങളുടെ നാട്ടിലല്ലല്ലോ പോകുന്നത്. അപ്പോൾ UAE നിയമപ്രകാരം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MD കൃത്യമായി മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് ഇത് UAE നിന്ന് അതാത് പ്രിസ്ക്രിപ്ഷൻ പ്രകാരം UAE കൊണ്ടുപോകാൻ പറ്റുന്ന മെഡിസിനാണ്. ആ ഗ്രൂപ്പ് വഴി പറയുന്നവരെയും ഇനി അത് കണ്ടിന്യൂ ആയിട്ട് UAE ഞങ്ങളുടെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കർത്തവ്യം ഞങ്ങളുടെ കണ്ണൂർ ഫാർമസി ത്രൂ നമുക്ക് നൽകാൻ പറ്റുന്നു എന്നുള്ളതാണ്. സതീഷ് ഭായി. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ നൽകുന്ന നമുക്കിതിൽ പ്രധാനമായിട്ടും നമ്മളൊരു വിദേശത്തുള്ള പ്രവാസികൾ റിട്ടയർഡായിട്ട് വന്നവരും അവരെ മക്കളും അവരെ റിലേറ്റീവും അതുപോലെ തന്നെ നാട്ടിലൊരുപാട് 240ഓളം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റെല്ലാം വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും പ്രവാസികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു വാഗ്ദാനം ചെയ്യുന്നില്ലാണ്ട് അത് നമ്മൾ നടത്തിയിട്ട് പ്രാവർത്തികമാക്കി കേരളത്തിന് മാതൃകയായിട്ട് നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരുപാട് സപ്പോർട്ട് ഇവിടെ എടുത്തു പറയേണ്ട 2-3 വ്യക്തിത്വങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മൾ ബഹുമാനപ്പെട്ട മേയർ TO മോഹനൻ, ഇവരെല്ലാം നമുക്ക് തരുന്ന സപ്പോർട്ട് വളരെ അവരോട് എങ്ങനെ നന്ദി പറയേണ്ടത് നമുക്കറിയാം. എല്ലാ കാര്യത്തിനും നമ്മൾ എന്ത് കാര്യം അവരുടെ ആവശ്യപ്പെട്ട് പോയാലും അവരെ കൊണ്ട് കഴിയുന്ന നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരും. അത് ഈ സമയത്ത് അവരെ പേര് പറയാണ്ട് പോകുന്നതിൽ ഉചിതമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതുമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എനിക്കൊന്ന് പറയാനുള്ളൊരു കാര്യം. പിന്നെ നമുക്കുള്ളത് എന്താണ്, നമുക്ക് പിന്നെ കുറെ കാറുകളുണ്ടല്ലേ, എല്ലാ പരിപാടിയും ഉണ്ടെന്ന് ഇവിടെ. യൂസ്ഡ് കാർസ് പറയില്ല, പ്രിയോൺ കാർഡ്, പ്രിയോൺ കാർസ്, കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവ്. ഇവിടെ ഇപ്പം നമ്മുടെ തോട്ടട തുറന്ന ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ ഫ്രാഞ്ചൈസാണ്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ കാർ ആൻഡ് ബൈക്ക് സെലക്ട് എന്ന ഷോറൂം ഡൽഹി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ 2ാമത്തേതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ യൂസ്ഡ് കാറിന് 2 വർഷത്തെ വാറണ്ടി കൊടുക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അത് അവർ മഹീന്ദ്രന്റെ വാറണ്ടി കൊടുക്കുന്നതാണ്. 2 വർഷ വാറണ്ടി എല്ലാ ബ്രാൻഡ് കാറുകളും കിട്ടും. മിഡ് റേഞ്ച്, പിന്നെ അധികം പഴക്കമില്ലാത്ത കാർ. നമുക്ക് കാർ സെലക്ഷന് ചില ക്രൈറ്റീരിയ ഉണ്ട്. എന്നിട്ട് നമ്മൾ കാറ് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ
അവരുടെ എഞ്ചിനീയേഴ്സ് വന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ വാറണ്ടി കിട്ടുള്ളൂ. ഓക്കെ. ആ സർട്ടിഫൈ ചെയ്ത ശേഷം മാത്രമേ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് എടുക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി ഒരു 50 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്മളെ ദുബായിലുള്ള മെട്രോ സ്റ്റൈലാണ് നമ്മുടെ ഷോറൂം. അതിപ്പം സ്നേഹം ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും നമുക്കൊരു ദുബായ് ടച്ചപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ടച്ചപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ 50 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഷോറൂമാണ്. അതിൽ ഇപ്പം ഞങ്ങൾക്ക് ഒരു 40-45 വണ്ടി എവറി മന്ത് ഇങ്ങനെ വിൽപ്പന നടക്കുന്നുണ്ട്. മഹീന്ദ്ര ചോയ്സും നമ്മുടെ കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവും യോജിച്ചും കൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഹെഡ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശശിയേട്ടനാണ്. അതിൽ എനിക്ക് ഈ സമയത്ത് ശശിയേട്ടനെ ഒരുപാട് ആത്മാർത്ഥമായി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഷ്കാന്തിയോടുകൂടി ഇത്രയും വലിയ കോർപ്പറേറ്റ് ആൾക്കാരുമായിട്ട് നമ്മളെപ്പോലത്തെ വെഹിക്കിൻ്റെ ആൾക്കാർ എല്ലാ നിലയിലും നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച് വളരെ നല്ല നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ലാഭം ലഭിക്കത്തക്ക രീതിയിലുള്ള ചെറിയ സമയം കൊണ്ട്, നമ്മൾ കോവിഡിൻ്റെ കാലത്തിന് ശേഷം നമ്മൾ ചെറിയ സമയം കൊണ്ടായിട്ടാണെങ്കിലും നമ്മൾ വളരെ നല്ല കുതിപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കില്ല. തിരുവനന്തപുരം പ്ലാറ്റിനം ഡ്രൈവും വരും, എറണാകുളം പ്ലാറ്റിനം ഡ്രൈവും വരും, കാസർഗോഡ് പ്ലാറ്റിനം ഡ്രൈവും വരും. ഞങ്ങൾ പേരിലെല്ലാം ശ്രദ്ധിച്ചു, എല്ലാത്തിൽ കണ്ണൂരുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ണൂർ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾ കേരള ലെവലും ഓൾ ഇന്ത്യ ലെവലും ഞങ്ങളുടേതായ രീതിയിലുള്ള സിഗ്നേച്ചർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ വികസനവും കണ്ണൂർക്കാർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇത് ഫെസിലിറ്റി കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവർത്തന രീതിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവ് ഇപ്പം നമ്മൾ പയ്യന്നൂർ പ്ലാറ്റിനം ഡ്രൈവിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്, പിന്നെ വടകര പ്ലാറ്റിനം ഡ്രൈവിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും എടുത്തു ചാടി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ഞങ്ങളെ ഒരു 4-5 പ്രോജക്റ്റ് വളരെ നല്ല ഫീസിലിറ്റിയിലുള്ള പ്രോജക്റ്റ് ഞങ്ങൾ ഒരിക്കലും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല. കാരണം ഞങ്ങൾക്ക് മുമ്പിൽ നിന്ന് കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർ ലഭ്യമായാൽ മാത്രമേ ഒരു പ്രോജക്റ്റ് കോൾ ചെയ്യൂ. കാരണം ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുപോയി മിസ്ലീഡ് ചെയ്യില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അവിടുന്ന് അറിയുന്നതാണ് ഞങ്ങളെ ഓരോ ദിർഹവും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിലും അവരവരെ അച്ഛനും അമ്മനെയും അവരെ മക്കളെ പഠിപ്പെല്ലാം കഴിച്ച് കിട്ടുന്ന ബാക്കി പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മനുഷ്യ സഹജമായി ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി. പിന്നെ ഞാൻ ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് ഞങ്ങളുടെ ഈ വെഹിക്കിൾ എക്കണോമിക് ഫോറത്തിൻ്റെ ഇതിൽ എപ്പോൾ ശശിയേട്ടനെ കാണാം. ശശിയേട്ടൻ എപ്പോഴും ഏത് പ്രോജക്റ്റ് പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശശിയേട്ടൻ ഒരിക്കലും എല്ലാ രീതിയിലും നെഗറ്റീവ് പറയാതെ, പക്ഷേ ആ സമയം അദ്ദേഹം ചിന്തിക്കും, ഇത് എങ്ങനെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നന്മ ഉണ്ടാക്കാം, എങ്ങനെ ഞങ്ങളെ കണ്ണൂർക്കാർക്ക് നന്മ ഉണ്ടാക്കാം, എങ്ങനെ ഞങ്ങളെ കേരളത്തിന് വികസനം ഉണ്ടാക്കാം, എങ്ങനെ ഇന്ത്യക്ക് വികസനം ഉണ്ടാക്കാം എന്നുള്ള വളരെ നല്ല ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരാണെങ്കിലും പക്ഷേ അതിൻ്റെ ഫലത്തിൽ വരുമ്പോൾ അതിൻ്റെ ചർച്ചകളെല്ലാം വന്ന് എല്ലാ കാർമ്മികങ്ങളൊക്കെ മാറി എല്ലാം നല്ല രീതിയിലേക്ക് വരുമ്പോൾ മുമ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി നിർത്താൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ. ഈ ഓരോ സ്ഥാപനങ്ങളിലും ഇപ്പം കണ്ണൂർ ഫാർമസിയിലായാലും ശരി, ഓരോ സ്ഥാപനത്തിലും ഞങ്ങൾ ഒരു നിശ്ചിത സംഖ്യ മാസത്തിൽ തന്നെ അവരവരുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം എന്നുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 1-2-3 സ്റ്റാഫിൻ്റെ സാലറി പൈസ മാസത്തിൽ കൊടുക്കുമ്പോൾ സ്ഥാപനത്തിനൊരു ദോഷം വരില്ല, അവരവരുടെ പേരിലാണല്ലോ സ്ഥാപനം. അപ്പോൾ ഇയർലി കണക്ക് നോക്കിയിട്ട് ഒരു കൃത്യമായ രീതിയിൽ അവരെ വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാനാണ് പ്ലാന്. അതിനും ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ശശിയേട്ടൻ ചോദിക്കുന്നത് നമുക്ക് എപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. കാരണം ശശിയേട്ടനൊപ്പം ഈ പ്രവാസികളുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു പിൽസ് പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ വെഹിക്കിൾ എക്കണോമിക് ഫോറം ചീഫ് എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനമാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്ന ഏഴിലം ടൂറിസം ഇന്ന് കണ്ണൂരിൽ ആലപ്പുഴ കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഹൗസ് ബോട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ പണക്കാട്. അപ്പോൾ ഈ സ്നേഹം ചോദിക്കുന്നത് എങ്ങനെ ചെയർമാൻമാരെ സെലക്ട് ചെയ്യുന്നത് ചോദിച്ചേക്കാം. ആ കാര്യത്തിൽ വളരെ കൃത്യത, ആ കോർ ടീമിൽ വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെയാണ് ഞങ്ങൾ ചെയർമാൻ സ്ഥാനത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വ്യക്തി
ആ ബിസിനസ് മൊഡ്യൂളിന് അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലാതെ തളർച്ചയിലേക്കല്ല. അപ്പം നമ്മുടെ കൂൾവെൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റും കൂൾവെൽ ജനറൽ ട്രേഡിങ്ങും ഇന്ന് കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ദുബായിൽ നിന്നൊക്കെ വിളിച്ച് നമുക്ക് പ്രോജക്റ്റ് തരുന്ന ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ കൂൾവെൽ മാറിയിട്ടുണ്ട്. പിന്നെ വലിയ ലാഭം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഇല്ല സ്നേഹം. നമ്മൾ വെറുതെ എന്തെങ്കിലും വിടുവായത്തം അല്ലെങ്കിൽ വെറുതെ തള്ളേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ആവശ്യമാകുന്ന നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന് സമയബന്ധിതമായ ലാഭത്തിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ജനങ്ങളെ പൈസ പിടിച്ച് പറിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം വേക്ക് എക്കണോമിക് ഫോറത്തിൻ്റെ സ്ഥാപനത്തിനൊന്നുമില്ല. അത് നമുക്ക് വളരെ സ്ലോലി കൊടുത്താലും പ്രശ്നമില്ല എന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാരുടെ ആഗ്രഹങ്ങൾ. ഞങ്ങളിപ്പോൾ ഈ 20 വർഷത്തിനുള്ളിൽ നമുക്ക് 3-4 പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ആഷിഖ് ഉണ്ടായിരുന്നു, അതുപോലെ അബ്ദുൽ ഖാദർ പണക്കാട്, നമ്മളെ ഷറഫുദ്ദീൻ VP, ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട രാജഗോപാൽജി. അപ്പോൾ ഞങ്ങൾ ഇതിന് ആ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിനും ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നതിനും ട്രഷറർമാരെ തിരഞ്ഞെടുക്കുന്നതിനും കൃത്യമായ ഒരു രീതിയുണ്ട്. അത് നല്ല രജിസ്റ്റേർഡാണ്. അതിൽ വെഹിക്കിൾ മെമ്പറാകുന്ന വ്യക്തിത്വങ്ങൾക്കൊക്കെ നന്മയും ഗുണവും ഉണ്ടാകുന്നുണ്ട്. ഓരോ ഫോറവും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും, വെഹിക്കിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വെഹിക്കിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇപ്പം കണ്ണൂർ ഫാർമസിയിൽ നിന്ന് 12% ഡിസ്കൗണ്ട് സ്നേഹം, ഇവിടുന്ന് 5% ഡിസ്കൗണ്ട്, ഭക്ഷണം കഴിച്ചാൽ പോലും 5% ഡിസ്കൗണ്ട്, അതുപോലെ ഏഴിലത്തിലും നമ്മൾ മാന്യമായ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. പ്ലാറ്റിനം ഡ്രൈവിലും കൊടുക്കുന്നുണ്ട്. കാരണം മഹീന്ദ്ര ആയിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്, പക്ഷെ കൊടുക്കുന്നുണ്ട്. അപ്പം ഫേസസ് വെൽനെസ്സിലും മാന്യമായ രീതിയിലുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതുവെച്ചാൽ വെഹിക്കിൻ്റെ മെമ്പർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ആ നൽകിയ രജിസ്ട്രേഷൻ ഫീ ഉടനടി എല്ലാ ഔട്ട്ലെറ്റിൽ നിന്നും അവർക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ മൊഡ്യൂൾ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വരണമെന്നും അതുപോലെ പ്രവാസികൾക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ നാടിന് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് അവരൊക്കെ പ്രവർത്തിക്കണം. അതിനുവേണ്ടി സ്നേഹയുടെ ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോട്ടെ. ഈ സ്നേഹന്റെ ഈ പോസിറ്റീവായിട്ടുള്ള സ്നേഹം ഞങ്ങൾ വളരെ ഹൃദയത്തിന്റെ അങ്ങേത്തട്ടിൽ നിന്ന് വളരെ അഭിമാനിക്കുന്നു. അതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. സ്ത്രീയോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സഹോദരനോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. കാരണം നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നതിൽ നിന്നും ഒരുപാട് സ്നേഹവാത്സല്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്നേഹം നമ്മൾക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരെങ്ങനെയാണ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്, ഞങ്ങളെ എങ്ങനെയാണ്. അതിൽ നിന്നാണ് ഞങ്ങൾ ഓരോരാളെ ഞങ്ങൾ കാണുന്നത്. സ്ത്രീയോടൊക്കെ സംസാരിക്കുമ്പോൾ, ഞാൻ വെറുതെ പറയുന്നതല്ല, സ്ത്രീയോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു സഹോദരനോട് സംസാരിക്കുന്ന പോലുള്ള ആ ഒരു ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് നമ്മൾ ഇതാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് നല്ല ഉയർച്ചയും നമ്മുടെ നാടിൻ്റെ പുരോഗതിയും ഇന്ത്യയുടെ പുരോഗതിയും ഒക്കെ വളരണമെന്നും ആണ് നമ്മളുടെ മെയിൻ മോട്ടോ. അതിനുവേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹവാത്സല്യത്തിന് വളരെ നന്ദി. ചേട്ടാ ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നെ നമ്മൾ സ്നേഹയോട് പറഞ്ഞ് കണ്ണൂർ വ്യൂ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥാപനമുണ്ട്. കണ്ണൂർ വ്യൂ പ്രോപ്പർട്ടീസിൽ ഞങ്ങളിപ്പോൾ കണ്ണൂർ പയ്യാമ്പലം ഭാഗത്ത് 12 ഫ്ലാറ്റ് പണിയുണ്ട്. അതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം എടുക്കലല്ല സ്നേഹം, ഞങ്ങൾ ഉണ്ടാകുന്ന ചെലവിന് ഈക്വൽ ഡിവൈഡ് ചെയ്തും കൊണ്ട് എല്ലാവർക്കും ഓരോ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ സ്നേഹം, ഞങ്ങൾ വെറുതെ ഒരു അന്വേഷണം നടത്തി. ഒരു 15,000 മുതൽ 20,000 വരെ വാടക ആ ഫ്ലാറ്റ് അവിടെ താമസിക്കാതെ റെന്റിന് കൊടുക്കുന്നതിൽ കിട്ടും. ഒരു 38,000 ഉറുപ്പ്യ ഒരാൾ 38 ലക്ഷം രൂപ ചെലവാക്കിയാൽ ഒരു കണ്ണായ സ്ഥലത്ത്, നമുക്ക് ഈ ഭാഗത്തുള്ള സ്ഥലത്തിൻ്റെ ഒക്കെ വില അറിയോ, അപ്പോൾ ആ സ്ഥലത്തിന്റെ വാല്യൂവിന് തന്നെ ഒരു ഫ്ലാറ്റ്. അതാണ് നമ്മളുടെ ഒരു രീതി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിലൊന്നും ഒരാൾക്കും നമുക്ക് എന്തെങ്കിലും ലാഭം എടുക്കാമെന്നല്ല. വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ണൂർ വ്യൂ പ്രോപ്പർട്ടീസിൽ മാന്യന്മാരായ 12 പേർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവർക്കൊരു വരുമാനമാകുന്ന രീതിയിലുള്ള, അതും മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സതീഷ് ഭായ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് ദുബായിൽ. അപ്പോൾ അവിടെയുള്ള രീതി നിങ്ങൾ പിന്നെ നോക്കണേ, അവിടുത്തെ രീതിയിലുള്ള പല രീതിയിൽ, ഇപ്പം ഫുൾ ഓട്ടോമേഷൻ, അതുപോലെ എക്കോ ഫ്രണ്ട്ലി, അങ്ങനെ പല പുതിയ വളരെ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചും കൊണ്ടുള്ള ഫ്ലാറ്റാണ് നമ്മൾ പണിയുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്, അവാർഡ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഇപ്പോൾ ഞങ്ങൾ ഒരു 3-4 പ്രോജക്റ്റ് നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ ശശിയോടും സതീഷ് ഭായിയോടും വാഹനത്തിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഞങ്ങളൊരു ഓൾഡ് ഏജ് ഹോം പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 ഏക്കർ സ്ഥലം
പിന്നെ അതിൽ ഒരു പാർട്ടീൻ്റെ അടുത്ത് നമ്മൾ ജോയിന്റ് വെഞ്ചറായിട്ട് പ്ലാൻ ചെയ്യുന്ന ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 5 or 6 പ്രോജക്റ്റ് ഞങ്ങൾ പിന്നെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ 1000-2000 രൂപ ചിലവാക്കിയ ഒരു വില്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയൊരു കമ്പനി ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ വേക്കക്കണേ ഫോറം ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അതൊരു 3 പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ ക്രോഡീകരിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ശശിയേട്ടനും അതുപോലെ അബ്ദുൽ ഖാദർ പണക്കാട്, ഷറഫൂക്ക, സലാംബായി, പിന്നെ നമ്മുടെ ദാമോട്ടെ, അബ്ദുൽ സലാംബായി. ഞങ്ങൾ സ്നേഹെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രവാസിയായി ജീവിച്ച് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഈ എക്സ്പീരിയൻസ് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് അവരവരെ വീട്ടിൽ പൂച്ചന എന്താ പറയുക നമ്മൾ അടിക്കാനോ അല്ലെങ്കിൽ കോയിനോ തെളിക്കാനോ അല്ല, അവരുടെ സമയം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല അവരുടെ വീട്ടിലും അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുകയാണ്. ഇപ്പോൾ പ്രായമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഇല്ലാണ്ടല്ല, വെറുതെ ഇരിക്കൂല. അവരുടെ സ്ഥാപനത്തിൽ അവരവരുടെ സ്ഥാപനത്തിൽ അവർക്ക് റെപ്യൂട്ടേഷനും അവർക്ക് ആ ഒരു ഇജ്ജത്ത് നൽകുകയാണ്. സ്ഥാപനത്തിന് വേണ്ടി മാത്രമല്ല, അത് നാടിനും കൂടെ നമുക്കുള്ള അറിവ് നാടിനും കൂടെ മാത്രമല്ല. ഇതിൻ്റെ കൂടെ എന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് പൊതുവെയുള്ള ധാരണ കേരളത്തിൽ ബിസിനസ്സിന് പറ്റിയ മണ്ണല്ല എന്നുള്ളത്. അത് നമ്മൾ ആണ് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നു. കണ്ണൂരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ച് നമ്മളെ ഈ ഒരു 3 വർഷത്തെ പിന്നെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരണം, നാടിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു എളിയ അഭിപ്രായം കൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയാവുന്നു. അപ്പൊ ഇതൊക്കെയാണ് വേക്കിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. വളരെ കൗതുകമുള്ള ഒരു സംഘടനയാണ് അല്ലെ. വെറുതെ ഇങ്ങനെ കൂടിച്ചേർന്ന് വർത്താനം പറഞ്ഞ് ചായ കുടിച്ചു പോണ ആൾക്കാരല്ല. ഓരോരുത്തരും ഓരോ മേഖലയിൽ വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചു വന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഒക്കെ ഇവിടെ ഉപയോഗിക്കുകയാണ്, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്, നമ്മുടെ നാട്ടുകാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അഭിമാനത്തോടു കൂടി ഇവരുടെ റെസ്റ്റോറൻറ്റ് എന്താ പറയുക, നല്ല ശുദ്ധമായ ഭക്ഷണം, അതുപോലെ മരുന്ന് കുറഞ്ഞ പൈസയിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവൈലബിൾ ആക്കുക. അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ കണ്ണൂർ ഫാർമസിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. ഇതിന് പുറമെ ഒരുപാട് ചാരിറ്റികൾ ഇവർ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഇവരാരും തൊട്ടിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. അതിപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുന്നത് ഈ കൈ അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആയിട്ട് ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ് വെയ്ക്ക്. നേരത്തെ നൂർക്ക് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും വെയ്ക്കിനെ പോലെ ഉള്ള ഓരോ സംഘടനകൾ വരണം എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം. അതുപോലെ എസ്പെഷ്യലി ഇവരുടെ വെൽനസ് പ്രോഗ്രാം, അത് ഈ വീഡിയോ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല. കാണുന്നവർ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, നമ്മുടെ നാടുള്ളൂ, നമ്മുടെ നാടിൻ്റെ വികസനമുള്ളൂ. അപ്പം നമ്മൾ തന്നെയാണ് ആദ്യം നന്നായിട്ടിരിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യമാണ് നന്നായിട്ടിരിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളോട് എല്ലാവരോടും ഇന്ന് ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ. നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഇവരെ എപ്പോഴും വിളിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കാണ്. ഒരാൾക്ക് സ്ഥലം കാണണം, അടുത്ത ആൾക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം, പിന്നെ ദുബായി പോകണം, നാളെ ചൈനയിൽ പോകുന്നു, അടുത്ത ആൾ ഇപ്പം തന്നെ ദുബായിലും പോകുന്നു. അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചുള്ള ഇവരുടെ സമയത്തിനിടയിൽ എനിക്ക് കുറച്ച് സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും അങ്ങോട്ട് 100 മുന്നോട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്. ഒപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു.